ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ ശുപാർശ. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറി. അടുത്ത മാസം 13-ന് നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയൂ. സ്മിത, നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വരുന്ന അടുത്ത മാസം 13-ാം തീയതി വിരമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അടുത്ത ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചുള്ള ശുപാർശ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ ജഡ്ജിയായ ജസ്റ്റിസ് ബി.ആർ. ഗവായിയെയാണ് ചീഫ് ജസ്റ്റിസായി നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ ശുപാർശ കേന്ദ്ര സർക്കാർ പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. തുടർന്നായിരിക്കും പുതിയ ചീഫ് ജസ്റ്റിസിന്റെ നിയമനം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ നടപടികൾ ആരംഭിക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. 6 മാസത്തെ കാലാവധി മാത്രമാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ലഭിച്ചത്. അതിനുശേഷം പുതിയ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ അദ്ദേഹം ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്. നേരത്തെ സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആകുന്ന ഘട്ടത്തിലും ജസ്റ്റിസ് ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയും തുടർന്ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്ത് അറിയിക്കുകയുമായിരുന്നു. ശരി. അപ്പോൾ നിലവിലെ ചീഫ് ജസ്റ്റിസ് അടുത്ത മാസം 13-ന് അദ്ദേഹം വിരമിക്കും. അതിന്റെ ഭാഗമായാണ് ഈ നടപടി വന്നിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.